ബിജെപിയോട് പിണങ്ങിയ സന്ദീപ് വാര്യർക്കായി വാതിൽ മലർക്കെ തുറന്നിട്ട് സിപിഎം. സന്ദീപിന്റെ നിലപാട് അനുസരിച്ചാകും സിപിഎമ്മിന്റെ തീരുമാനമെന്ന് എം.ബി. രാജേഷ് പറഞ്ഞു. ബിജെപിയുമായി സന്ദീപ് വാര്യർ പിണക്കത്തിലാണ്. വലിയ അതൃപ്തി സന്ദീപ് വാര്യനുണ്ട് എന്ന വാർത്ത ന്യൂസ് 18 പുറത്തുവിട്ട് 24 മണിക്കൂർ പിന്നിട്ടിട്ടും ആ വിഷയത്തിൽ അങ്ങനെയല്ല, തനിക്ക് ബിജെപിയുമായി പിണക്കമില്ല, ഒരു പ്രശ്നവുമില്ല എന്ന് പറയാൻ സന്ദീപ് വാര്യർ തയ്യാറായിട്ടില്ല. ഇന്നലെയൊക്കെ തീർത്തും ഇരുട്ടിലായിരുന്ന ബിജെപി നേതൃത്വം ഇന്ന് സന്ദീപ് വാര്യർ പാർട്ടി വിടില്ലെന്ന ഒരു ആത്മവിശ്വാസം വീണ്ടും പ്രകടിപ്പിക്കുന്നുണ്ട്. ബിജെപിയുടെ പ്രധാനപ്പെട്ട നേതാക്കൾ തന്നെ സന്ദീപ് വാര്യരുമായി ചർച്ച നടത്താനും ശ്രമിക്കുന്നുണ്ട്. എന്നാൽ അനുനയ നീക്കങ്ങളൊക്കെ തള്ളിക്കൊണ്ടാണ് ഇന്നലെ സന്ദീപ് വാര്യർ സിപിഎം നേതാക്കളുമായി ചർച്ച നടത്തിയത്. ഇന്നും സിപിഎം നേതൃത്വം നിലപാട് സന്ദീപ് വാര്യർ നിലപാട് പ്രഖ്യാപിക്കട്ടെ, സന്ദീപ് വാര്യർ അദ്ദേഹത്തിന്റെ അഭിപ്രായം തുറന്നു പറയട്ടെ, അതിനുശേഷം സിപിഎം തങ്ങളുടെ നിലപാട് അറിയിക്കാമെന്നുള്ളതാണ്. അതായത് സന്ദീപ് വാര്യർ ബിജെപി വിടാൻ തയ്യാറായാൽ സിപിഎം ആ സമയത്ത് കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ തയ്യാറെന്ന നിലപാടാണ് സന്ദീപ് വാര്യരുടെ മുന്നിൽ വാതിലുകൾ തുറന്നിട്ടിരിക്കുന്നു എന്ന സന്ദേശമാണ് സിപിഎമ്മിന്റെ സംസ്ഥാന സമിതി അംഗം കൂടിയായ മന്ത്രി എം.ബി. രാജേഷ് നൽകിയത്. അദ്ദേഹം വിട്ടുനിൽക്കുന്നുവെന്നും പ്രചരണ രംഗത്തില്ല എന്നൊക്കെയുള്ള വാർത്തകൾ കാണുകയുണ്ടായി. അദ്ദേഹത്തിന്റെ നിലപാട് വ്യക്തമാക്കിയാലേ ബാക്കി എന്തെങ്കിലും കാര്യം ഞങ്ങൾക്ക് പറയാനാവും. സിപിഎമ്മിന്റെ പാലക്കാട് ജില്ലാ സെക്രട്ടറിയും സമാനമായ നിലപാടാണ്. സന്ദീപ് നിലപാട് പ്രഖ്യാപിക്കട്ടെ എന്ന കാര്യമാണ് മുന്നോട്ട് വച്ചത്. ഇന്നലെ സിപിഎമ്മിന്റെ കേന്ദ്ര കമ്മിറ്റി അംഗം എ.കെ. ബാലൻ സന്ദീപ് വാര്യരെ ഏറെ പുകഴ്ത്തിയാണ് ന്യൂസ് 18നോട് സംസാരിക്കുമ്പോൾ പറഞ്ഞത്. ഏതായാലും സന്ദീപ് വാര്യർ പാർട്ടി വിടില്ല എന്നൊരു ആത്മവിശ്വാസം ഇന്നലെയൊക്കെ വാർത്ത വന്ന മണിക്കൂറുകളോളം മിണ്ടാതിരുന്ന ബിജെപി നേതാവ്, ബിജെപിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രൻ സന്ദീപ് അങ്ങനെ പാർട്ടി വിട്ടുപോകുന്ന ആളല്ല, ഒരു സീറ്റിന്റെ പേരിൽ അങ്ങനെ പിണങ്ങുന്നയാളല്ല സന്ദീപ് എന്നാണ് ഇന്ന് പറയുന്നത്. ബിജെപിക്കകത്ത് ഒരു തരത്തിലുള്ള ആശയക്കുഴപ്പങ്ങളുമില്ല. ഒരാളും ബിജെപി വിട്ടു പോയില്ല. ബിജെപിയിൽ നിന്ന് നിങ്ങൾ ആരും തന്നെ അത് പ്രതീക്ഷിക്കേണ്ട. നിങ്ങൾ കടുത്ത നിരാശയിലാവും. അദ്ദേഹമല്ല, ആരും തന്നെ പിണക്കത്തിലല്ല. നിങ്ങൾ നേരത്തെ പല പേരുകളും പറഞ്ഞു. ശരിക്കും നിങ്ങൾ അവരെയൊക്കെ അപമാനിക്കുക. അവരാരും തന്നെ പിണക്കത്തിലല്ല. ബിജെപിക്ക് അതിനുള്ള ഒരു മെക്കാനിസം ഉണ്ട്. ബിജെപി വിടുമെന്ന വാർത്തയോട് ആ രീതിയിൽ പ്രതികരിക്കുന്നില്ലെങ്കിലും പിണക്കം ഉണ്ട് എന്ന കാര്യം സന്ദീപ് വാര്യർ പറയാതെ പറയുകയാണ്. ഇന്ന് സന്ദീപ് വാര്യർ പ്രചരണ രംഗത്ത് എത്തുമെന്ന് ഇന്നലെ ബിജെപിയുടെ മുതിർന്ന നേതാവ് പി.കെ. കൃഷ്ണദാസ് പറഞ്ഞിരുന്നു. പക്ഷേ ഇന്നും സന്ദീപിനൊരു പരിപാടി സ്റ്റാർട്ട് ചെയ്ത് നൽകാൻ ബിജെപി കഴിഞ്ഞിട്ടില്ല. സന്ദീപ് ഇന്നും പരിപാടിയിൽ പങ്കെടുക്കുന്നതിന്റെ ഒരു സൂചനകളും ഇല്ല. വരും ദിവസങ്ങളിലെങ്കിലും സന്ദീപിനെ പിണക്കം മാറ്റി പ്രചരണ രംഗത്ത് കൊണ്ടുവരാനാണ് ബിജെപിയുടെയും ആർഎസ്എസിന്റെയും ശ്രമം. ആർഎസ് നേതാക്കളും സന്ദീപുമായി ചർച്ച നടത്തുന്നുണ്ട്. എങ്കിലും സന്ദീപ് പൂർണ്ണമായും ബിജെപിയുടെ ആവശ്യത്തോട് വഴങ്ങിയിട്ടില്ല എന്ന് വേണം മനസ്സിലാക്കാൻ. സിപിഎം ഇത് വലിയൊരു രാഷ്ട്രീയ അവസരമായി കാണുകയാണ്. ബിജെപിയുടെ പ്രധാന നേതാവ് ഈ തെരഞ്ഞെടുപ്പിന്റെ അവസാന ഘട്ടത്തിൽ ഇങ്ങനെ പിണങ്ങി നിൽക്കുന്നത് പരമാവധി രാഷ്ട്രീയമായി മുതലെടുക്കാൻ തന്നെയാണ് സിപിഎമ്മിന്റെ തീരുമാനം.